أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, സുഹൃത്തുക്കൾ മുഴുവൻ പേർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയും അവരെയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ വിളിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മദ്യം അറേബ്യയിൽ നിരോധിക്കപ്പെട്ട സന്ദർഭം. ജാഹിലിയ അറബികളെ സംബന്ധിച്ചിടത്തോളം മദ്യത്തേക്കാൾ പ്രിയങ്കരമായ മറ്റൊരു ജീവിതശീലവും അവർക്കുണ്ടായിരുന്നില്ല. വല്ലാത്ത കഠിനമായ ഒരു തീരുമാനമായിരുന്നു അറബികളെ സംബന്ധിച്ചിടത്തോളം മദ്യ നിരോധനം എന്ന് പറയുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അതിനെക്കുറിച്ച്, അറബികളുടെ മദ്യപാന ആസക്തിയെക്കുറിച്ച്, മദ്യത്തോടുള്ള അവരുടെ അഭിനിവേശത്തെക്കുറിച്ച് വല്ലാതെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. കേവലം വ്യക്തിപരമായ ഒരു പതിവ് എന്നതിനേക്കാൾ ഉപരിയായി ഒരു സാമൂഹിക പ്രതിഭാസമായി മദ്യപാനം അറേബ്യയിൽ പടർന്ന് പന്തലിച്ചിരുന്നു. മുതിർന്നവർക്ക് മുമ്പ് ചെറിയ കുട്ടികൾ പോലും, ദരിദ്രർക്ക് മുമ്പ് ധനികർക്ക് മുമ്പ് ദരിദ്രർ പോലും മദ്യപിച്ച് തുടങ്ങിയിരുന്നു. മദ്യപാനത്തിന് വേണ്ടി വലിയ വലിയ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുകയും അതിന്റെ പേരിൽ ധാരാളം സമ്പത്ത് ചെലവഴിക്കപ്പെടുകയും മദ്യത്തോടുള്ള ആസക്തിയും സ്നേഹവും വെളിവാക്കുന്ന വിധത്തിൽ അതിമനോഹരമായ കവിതകൾ രചിക്കപ്പെടുകയും ചെയ്തിരുന്നു. അബൂ മിഹ്ജൻ അസ്സഖഫിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിത ഇങ്ങനെയാണ്: ഇദാ മുത്തു ഫദ്സന്നി ഇലാ ജൻബി കർമത്തിൻ തുർവി ഇമാമി ബഅദ മൗതി ഉറൂബുഹ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മുന്തിരിവള്ളികൾക്കിടയിലാണ് എന്നെ മറവ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ എന്റെ ശരീരത്തിലെ എല്ലുകൾക്ക് മുന്തിരിവള്ളികളിൽ നിന്ന് മദ്യം പൊടിച്ചെടുക്കാൻ സാധിക്കൂ. വലാ തദ്ഫന്നി ബിൽ ഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖഹ. അതുകൊണ്ട് മുന്തിരിവള്ളികളില്ലാത്ത മരുഭൂമിയിൽ നിങ്ങൾ എന്നെ മറവ് ചെയ്യരുത്. മരിച്ചു കഴിഞ്ഞാൽ കുടിച്ചു മരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു എന്നാണ് അബൂ മിഹ്ജൻ അസ്സഖഫി പാടി വെച്ചത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ്, ഈ സങ്കീർണമായ സാഹചര്യത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ദീനുൽ ഇസ്ലാം കടന്നു വരുന്നത്. അറേബ്യയുടെ മണ്ണിൽ നിന്നും അറേബ്യയുടെ മനസ്സിൽ നിന്നും മദ്യപാനത്തിന്റെ എല്ലാ അപകടങ്ങളെയും അതിന്റെ വേരോടെ പിഴുതെറിയാൻ ദീനുൽ ഇസ്ലാമിന് സാധിച്ചു. മദീനയിൽ മദ്യം നിരോധിക്കപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മദ്യപാനം മാത്രമല്ല, മദ്യത്തോട് അടുക്കുന്നത് പോലും വിലക്കപ്പെട്ട കാര്യമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ സഹാബാ കിറാമുകൾ ആ നിയമം ഏറ്റെടുക്കുന്നതിന് ഒരമാന്തവും അവർ കാണിച്ചില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ വളരെ മനോഹരമായി മദീനയുടെ തെരുവുകളിൽ മദ്യം ഒഴുക്കപ്പെട്ടതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നിർദ്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ, ഇവ പാലിക്കുന്നതിൽ സഹാബാക്കളിൽ എല്ലാവരും ഒരേ തട്ടിൽ ആയിരുന്നില്ല എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. മഹാഭൂരിപക്ഷം ആളുകളും മദ്യത്തിൽ നിന്ന് മാറി നിന്നുവെങ്കിലും
ചില ആളുകൾ ഈ ഒരു സാഹചര്യം മറികടക്കാൻ വല്ലാത്ത പ്രയാസങ്ങൾ, കടമ്പകൾ അവർക്കുണ്ടായിരുന്നു. വിരലിലെണ്ണാൻ കഴിയുന്ന ഏതാനും ചില ആളുകൾ അവർക്ക് ആ മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന്, അതിന്റെ അഡിക്ഷനിൽ നിന്ന് മോചിതരാകാൻ സാധിച്ചില്ല. പല ദുർബല നിമിഷങ്ങളിലും അവർ മദ്യപിക്കുകയും പിന്നീട് അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത സഹാബാക്കളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അത്തരമൊരു സംഭവം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നുണ്ട്. അന്ന റജുലൻ അലാ അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇസ്മുഹു അബ്ദുല്ലാഹ് വകാന യുൽഹിഖു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ ഒരു മനുഷ്യൻ അബ്ദുല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പ്രവാചകനെ വല്ലാതെ ചിരിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു, അവിടുത്തെ സന്തോഷിപ്പിക്കാറുണ്ടായിരുന്നു. പറയുന്നു, മദ്യപാനത്തിന്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ചാട്ടവാറടി നൽകുകയും ചെയ്തു പോന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെ വീണ്ടും പ്രവാചകന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു. മദ്യപാനത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷ നടപ്പിലാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല റജുലുൻ മിനൽ ഖൗം, ആൾക്കൂട്ടത്തിൽ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ലഅൻഹു മാ അക്സറ മാ യുക്തബിഹി. ഇയാൾക്ക് മുടി തന്നെയാണോ പണി? പടച്ചവനെ, നീ അവനെ ശപിക്കണമേ. ആൾക്കൂട്ടത്തിൽ നിന്ന് ഇത്തരം ഒരു വർത്തമാനം കേട്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ തൽഅനു, നിങ്ങൾ അദ്ദേഹത്തെ ശപിച്ചു കളയരുത്. ഫവല്ലാഹി മാ അലിംതു ഇല്ലാ അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു. അദ്ദേഹത്തിന് അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും എന്തുമാത്രം സ്നേഹമാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണിത്. ഈ ഹദീസ് ആധുനിക മുസ്ലിം ഉമ്മത്തിൽ നിന്ന് അന്യം നിന്നുപോയ ഒരു മൂല്യത്തെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പാപം ചെയ്യുന്ന മനുഷ്യരോട്, തെറ്റ് സംഭവിച്ച ആളുകളോട് നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗുരുതരമായിട്ടുള്ള പാപം എന്ന് പറയുന്നത്. മാത്രമല്ല, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ വികാരങ്ങൾക്ക് വിരുദ്ധമാണ് തെറ്റ്, പാപം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപം കണ്ടാൽ അതിനെ എതിർക്കുക എന്നത് അവന്റെ വിശ്വാസത്തിന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ്. സത്യസന്ധമായ വിശ്വാസമുള്ളവന്റെ പ്രകൃതം യഥാർത്ഥത്തിൽ തിന്മകൾ വെറുക്കുന്നതാണ്. തിന്മകൾ വെറുക്കുക മാത്രമല്ല, തിന്മയെ എതിർക്കാനും വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. പക്ഷെ അവയോടൊപ്പം തന്നെ തെറ്റ് സംഭവിച്ച ഒരു വ്യക്തി, ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി പാപം സംഭവിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയോട് ചുറ്റും ജീവിക്കുന്ന ചില മനുഷ്യർ അവർ സമീപിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. ആ മര്യാദകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് ഈ മദ്യപിച്ച സഹാബിയുടെ ചരിത്രം റിവായത്ത് ചെയ്യുന്നത്. ധാരാളമായി മദ്യം കുടിച്ചിരുന്ന സഹാബി, ആ സഹാബിയെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്ത് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ നന്മ പറഞ്ഞുകൊണ്ടാണ്. അന്നഹു കാന യുൽഹിഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ ചിരിപ്പിക്കാറുണ്ടായിരുന്ന, പ്രവാചകനോട് തമാശ പറയാറുണ്ടായിരുന്ന സഹാബി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നന്മ പറഞ്ഞുകൊണ്ടാണ് പാപം ചെയ്ത ഒരു മനുഷ്യനെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ ഇസ്ലാം എങ്ങനെയായിരിക്കണമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയുടെ സംഭവത്തിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നു. ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ നന്മകൾ എണ്ണിപ്പറയുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം നാം തിടുക്കം കാണിക്കേണ്ടുന്നത് എന്നാണ് പാപിയായ ഒരു മനുഷ്യരെ മുന്നിൽ വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അയാളിൽ എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും, അയാൾ എത്ര മഹാപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും, അയാളുടെ നല്ല വശങ്ങളെ കുറിച്ചാണ് ഒരു വിശ്വാസി സംസാരിക്കേണ്ടുന്നത്. അയാളുടെ നന്മകൾ, അയാളിൽ നിന്ന് സംഭവിച്ചു പോയ തിന്മകളെ മൂടിക്കളയുന്ന വിധത്തിലായിരിക്കണം പാപം ചെയ്തു പോയ ഒരു മനുഷ്യന്റെ നന്മകളെ കുറിച്ച് നമ്മൾ സമൂഹത്തിൽ പറയേണ്ടത്. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്
വിശുദ്ധ ഖുർആൻ പറയുന്നത്, നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള നന്മകൾ ആ നന്മകൾ പരാമർശിക്കുക വഴി, അത് സമൂഹത്തിൽ പ്രസരിപ്പിക്കുക വഴി അദ്ദേഹത്തിൽ നിന്നുള്ള തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ പാപം ചെയ്യുന്ന മനുഷ്യരുടെ പരിസരത്ത് ജീവിക്കുന്ന വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് എന്നതാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വളരെ ദുഃഖകരമായ കാര്യമെന്ന് പറയട്ടെ, ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ പലപ്പോഴും നമ്മളൊക്കെ ഈ സംസാരിക്കാറുള്ളത് അയാളുടെ നെഗറ്റീവുകളെ കുറിച്ചാണ്. ആ പണ്ട് മദ്യപിച്ച വ്യക്തിയല്ലേ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന കേസിൽ പിടിക്കപ്പെട്ട വ്യക്തിയല്ലേ, നമ്മളെ വഞ്ചിച്ചു കളഞ്ഞ് നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ മനുഷ്യനല്ലേ എന്നിങ്ങനെ ആളുകളെ പരിചയപ്പെടുത്തുന്നിടത്ത് തിന്മകൾ മാത്രം എണ്ണി എണ്ണി ആളുകളെ പരിചയപ്പെടുത്തുന്ന ശീലം പലപ്പോഴും മുസ്ലിം സമൂഹത്തിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? സഹാബികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇയാൾക്ക് ഈ കുടി തന്നെയാണോ പണി, അവനെ നീ ശപിച്ചാലും എന്നൊരു മനുഷ്യൻ പ്രവാചകന്റെ സദസ്സിൽ നിന്നൊരു സഹാബി പറയുന്നു മറ്റൊരു സഹാബിയെ കുറിച്ച്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരുത്തുകയാണ്. ഒരു തവണ മദ്യപിച്ചതല്ല, ഒരുപാട് തവണ മദ്യപിച്ച് പിടിക്കപ്പെട്ട റസൂലിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട സഹാബിയെ കുറിച്ച് മറ്റൊരു സഹാബി ദുഷിച്ച് സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നു, ലാ തൽഅനുഹു, നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ മനുഷ്യന്റെ ഗുണം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹത്തിന് അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും എന്തുമാത്രം ഇഷ്ടമുണ്ട് എന്ന് എനിക്കറിയാം. മറ്റൊരു റിവായത്തിൽ ആ മനുഷ്യൻ പറഞ്ഞത്, അല്ലാഹു തആല ഈ മനുഷ്യനെ നിന്ദ്യനാക്കി കളയട്ടെ എന്നാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിക്കൊണ്ട് പറഞ്ഞത്, ലാ തഖൂലു ഹകദ, നിങ്ങൾ അപ്രകാരം പറയരുത്. ലാ തുഈനു അലൈഹി ശൈത്താൻ, നിങ്ങൾ അയാൾക്ക് മേൽ പിശാചിനെ സഹായിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ പറയേണ്ടത്, വലാകിൻ ഖൂലു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ എന്ന് പാപികളായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അദ്ദേഹത്തിന്റെ തിന്മകൾ പറയരുത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ നിങ്ങൾ പടച്ചവരോട് പ്രാർത്ഥിക്കാൻ മാത്രം സ്നേഹനിർഭരമായി നിങ്ങൾ പടച്ചവരിലേക്ക് കൈ ഉയർത്തണമെന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാം നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുക. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മഹല്ലുകളിലേക്കും പ്രദേശങ്ങളിലേക്കും നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുക. ആ മഹല്ലുകളിലൊക്കെയും ആ പ്രദേശങ്ങളിലൊക്കെയും അവിടെയുള്ള ആളുകൾ മുസ്ലിം സമൂഹത്തെ തന്നെ രണ്ടായി പിളർത്തിയത് കാണാൻ കഴിയും. ഒന്ന് ജമാഅത്തുൽ മുതദയ്യിന, ദീനീ ബോധമുള്ള ഒരു വിഭാഗം, എപ്പോഴും ഉത്കൃഷ്ടരായി നിൽക്കുന്ന ഒരു വിഭാഗം. എല്ലാ മഹല്ലുകളിലും എല്ലാ സമൂഹങ്ങളിലും ചില ദീനിന്റെ കുറച്ച് ആളുകൾ, ജമാഅത്തുൽ മുതദയ്യിന, ദീനീ തൽപരരായിട്ടുള്ള ആളുകൾ. മറുവശത്ത് ജമാഅത്തുൽ മുൻഹരിഫ, നേരെ തിരിച്ച് എപ്പോഴും മോശമെന്ന് പറയാൻ കഴിയുന്ന തെമ്മാടികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന, വഴിതെറ്റിയവർ എന്ന് പറയാവുന്ന ഒരു സമൂഹം. ഇതാണ് ഈ തട്ടുണ്ടാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിൽ ജമാഅത്തുൽ മുതദയ്യിന, ദീനീ തൽപരരായ ആളുകളെന്നോ തെമ്മാടികൾ എന്നോ വ്യവച്ഛേദിക്കപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ രണ്ട് വിഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗങ്ങളാക്കി, രണ്ട് മനുഷ്യരെ, വ്യക്തികളെ ഈ തരത്തിൽ രണ്ട് വിഭാഗങ്ങളാക്കി തരംതിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഖൈറുൽ ഖുറൂനിൽ ഉണ്ടായിട്ടില്ല, പ്രവാചകന്റെ തലമുറയിൽ ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ കഴിയും. പോരായ്മകളുടെ പേരിൽ, ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകളുടെ പേരിൽ പരസ്പരം ചാപ്പകുത്തുന്ന ഏർപ്പാട് അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിമായി നിന്നുകൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്ത സഹാബിവര്യൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅയുടെ ചരിത്രം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ തീരുമാനമെടുത്തിരുന്നു. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, അദ്ദേഹത്തിന് ഒരുപാട് ബന്ധുക്കളുണ്ട് മക്കയിൽ. അദ്ദേഹം റസൂലും സഹാബാക്കളും അറിയാതെ ഒരു രഹസ്യമായ സന്ദേശം മക്കയിലെ ഖുറൈശികൾക്ക് കൊടുത്തയക്കുന്നു. ഒരു മനുഷ്യന്റെ, പ്രവാചകന്റെ സാന്നിധ്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യം ശത്രുക്കൾക്ക് ചോർത്തി കൊടുക്കുന്ന ഒരു സഹാബി പിടികൂടി അദ്ദേഹത്തെ കയ്യോടുകൂടി. സഹാബാക്കൾ അദ്ദേഹത്തെ മുനാഫിഖ് എന്ന് പരിചയപ്പെടുത്തി.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞത്, യാ റസൂലല്ലാഹ് ദഅനി അദ്രിബു അൻക ഹാദൽ മുനാഫിഖ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ മുനാഫിക്കിനെ, ഇവന്റെ തല ഞാൻ ഇവിടെ വെച്ച് അറുത്തു തരാം, താങ്കൾ എനിക്ക് അനുവാദം നൽകുമെങ്കിൽ. എത്ര ഭീകരമായ ഗുരുതരമായ തെറ്റാണ് യഥാർത്ഥത്തിൽ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല ചെയ്തത്. മുസ്ലിം ഉമ്മത്തിന്റെ രഹസ്യം ചോർത്തിയിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ വഞ്ചിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നൽകുന്ന ഒരു മറുപടിയുണ്ട്. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന വിശിഷ്ടനായ സഹാബിയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന മറുപടി, ഇന്നഹു ഖദ ഷഹിദ ബദറൻ വമാ യുദ്രീക ലഅല്ലല്ലാഹു അസ്സ വജല്ല ഇദ് തലഅ അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഖദ് ഗഫറതു ലക്കും. അല്ലയോ ഉമർ, ഇദ്ദേഹം ബദറിൽ പങ്കെടുത്ത ബദരിയാണ്, ഇദ്ദേഹം ബദറിൽ പങ്കെടുത്ത പോരാളിയാണ്. താങ്കൾ മനസ്സിലാക്കണം, ഇദ്ദേഹം ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. അതുകൊണ്ട് ബദരീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടത് ചെയ്തുകൊള്ളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് മറുപടിയാണ് ഉമർ പറയാനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിഖ് എന്ന് പറയുകയും കശാപ്പ് ചെയ്യാൻ വേണ്ടി സന്നദ്ധനാണ് എന്നറിയിച്ച ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എല്ലാവരും ഹാത്തിബ് ഇബ്നു അബീ ബൽതയെ കുറ്റപ്പെടുത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് അദ്ദേഹം ചെയ്ത നന്മയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന റസൂൽ, പ്രവാചകന്റെ ഖൈറുൽ ഖുറൂനിൽ ദീനീ പക്ഷത്തുള്ള ആളുകൾ എന്നോ മുസ്ലിം പക്ഷത്തിൽ തന്നെ തെമ്മാടികൾ എന്ന വിഭാഗത്തെ ഉണ്ടാക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരണവശാലും അവിടുന്ന് ശ്രമിച്ചിട്ടേയില്ല. മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ പിശാചിന് കീഴ്പ്പെടുത്തി കൊടുക്കുക അല്ല വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ചെയ്യേണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുമായി ബന്ധപ്പെട്ട, പാപങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വൈരുദ്ധ്യമുണ്ട്. പാപങ്ങളുമായി ബന്ധപ്പെട്ട് നാം വിശ്വാസികൾ എന്ന നിലയിൽ നാം പുലർത്തുന്ന ചില ഇരട്ടത്താപ്പുകളുണ്ട്. എന്റെ അടുത്ത് നിന്നാണ് പാപം സംഭവിക്കുന്നത് എങ്കിൽ, എന്റെ തെറ്റുകൾ ഒരാളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റാണ് എന്നോട് പറയുമ്പോൾ ഞാൻ അതിനെ ന്യായീകരിക്കും. കുല്ലുബനി ആദമ ഖത്ത, മനുഷ്യനല്ലേ തെറ്റുപറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമുഖമായ തത്വം പറഞ്ഞുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കും. പക്ഷേ അതിന്റെ സഹോദരനാണ് സംഭവിക്കുന്നത് എങ്കിൽ അതിൽ പറഞ്ഞ, നാം നേരത്തെ എന്റെ വിഷയത്തിൽ പറഞ്ഞ തത്വം ഞാൻ അനുവർത്തിക്കാറില്ല. നേരെ മറിച്ച് അവന് സംഭവിച്ചു പോയ തെറ്റിന്റെ പേരിൽ അവനെ അപമാനിക്കുകയും സമൂഹ മധ്യത്തിൽ വഷളാക്കുകയും ചെയ്യും. എത്ര വലിയ തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലും, ഇസ്ലാമിലുള്ള മനുഷ്യനാണ് എങ്കിൽ, വിശ്വാസി സമാജത്തിൽപ്പെട്ട മനുഷ്യനാണ് എങ്കിൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തു കടക്കാത്ത വ്യക്തിയാണ് എങ്കിൽ, മുസ്ലിമായ എല്ലാ വ്യക്തിയുടെയും അവകാശങ്ങൾ അതിന് ലഭ്യമാവേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ സംസ്കാരം. അദ്ദേഹത്തിന്റെ ക്ഷണം നാം സ്വീകരിക്കണം. അദ്ദേഹം രോഗാവസ്ഥയിലായാൽ അദ്ദേഹത്തെ സന്ദർശിക്കണം. അദ്ദേഹം മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ ജനാസിക നിങ്ങൾ അനുഗമിക്കണം. എന്തെല്ലാം അവകാശങ്ങൾ മുസ്ലിം സമൂഹത്തിൽ നിന്നുണ്ടോ ആ അവകാശങ്ങളൊക്കെ അയാൾക്ക് അർഹനാണ്. നാം എന്തിനാണ് അദ്ദേഹത്തെ അപമാനിക്കുന്നത്? അദ്ദേഹത്തിന്റെ തെറ്റുകൾ ഒന്നൊഴിയാതെ മറ്റുള്ളവർക്ക് മുമ്പിൽ എന്തിന് പരസ്യപ്പെടുത്തണം? പാപം ചെയ്തവരോടുള്ള സമീപനം ഈ ഉമ്മത്ത് മാറ്റേണ്ടിയിരിക്കുന്നു എന്നതാണ്. പാപം ചെയ്യുന്ന മനുഷ്യരോടുള്ള സമീപനം മുസ്ലിം ഉമ്മത്ത് മാറ്റേണ്ടിയിരിക്കണം. തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് സംഭവിക്കുന്നതാണ്. തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഭൂമി ലോകത്ത് നിൽക്കുന്നത്. തെറ്റ് ചെയ്യാത്തവൻ നിൽക്കേണ്ടുന്നത് ആകാശത്താണ്. തെറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഭൂമി ലോകത്ത് നിൽക്കുന്നത്. അത്തരം ആളുകളെ ഉപദേശിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ്, അകറ്റി നിർത്തുകയാണ് വിശ്വാസം ചെയ്യേണ്ടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അതാണ്. നമ്മൾ സ്വീകരിക്കുന്ന ആയുധങ്ങൾ അത്തരം ആളുകളെ ബഹിഷ്കരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ചാപ്പകുത്തും, അവരോട് വെറുപ്പുളവാക്കുന്ന അറുപ്പുളവാക്കുന്ന നോട്ടങ്ങൾ കൊണ്ട് കുത്തി നോവിക്കും. വർഷങ്ങൾ കഴിഞ്ഞാലും സന്ദർഭാനുസരണം ആയുധമാക്കി അത് ഉപയോഗപ്പെടുത്തും. അവരുടെ തെറ്റുകൾ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ പ്രവാചകൻ, തന്റെ ജീവിതത്തിന്റെ വിശുദ്ധിക്ക് കോട്ടം തട്ടാതെ കാത്തുസൂക്ഷിച്ച അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ സഹോദരന്മാർ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒടുവിൽ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ലാ തസ്രീബ അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന് മുഫസ്സിറുകൾ അർത്ഥം കൊടുത്തിട്ടുള്ളത് ലാ തഗ്യീറ അലൈക്കും എന്നാണ്. നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ഇന്നതൊക്കെയാണ്. ആ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളെ ഞാൻ വേദനിപ്പിക്കുകയില്ല,
നിങ്ങൾ ചെയ്ത അക്രമങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹോദരങ്ങളോട് തന്നെ പൊട്ടക്കണക്കിലിട്ട, തന്നെ ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം വഞ്ചിക്കാൻ ശ്രമം നടത്തിയ തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളുടെ മേൽ ഇന്ന് ഒരു പ്രതികാരവുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ, കാരുണ്യവാനായ പടച്ചവൻ നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തെറ്റ് ചെയ്തവരോട്, പാപങ്ങൾ വീഴ്ചകൾ സംഭവിച്ചവരോട് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ട് എങ്കിൽ, ആ തെറ്റിനെ നമ്മൾ വെറുക്കുന്നുണ്ട് എങ്കിൽ, തെറ്റുകാരെ നമ്മൾ വെറുക്കുന്നില്ല എങ്കിൽ, യഥാർത്ഥത്തിൽ തെറ്റിനോടാണ് നമുക്ക് വെറുപ്പുണ്ടാവേണ്ടത്, തെറ്റുകാരോടല്ല. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, പടച്ചവനെ നിന്റെ കാരുണ്യം അതിവിശാലമാണ്, നിന്റെ അറിവ് വിശാലമാണ്. ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക്, പടച്ചവനെ ആരെല്ലാം നിന്റെ വഴി സ്വീകരിച്ചിട്ടുണ്ടോ അവരിൽ നിന്ന് സംഭവിച്ച വീഴ്ചകൾ നീ പുറത്തു കൊടുക്കണമേ. വഖിഹിം അദാബൽ ജഹീം, പടച്ചവനെ അവരെ നരകത്തിന്റെ തീയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൽ മോഷണത്തിന്റെ പേരിൽ ആദ്യമായി കൈമുറിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവം വിശദീകരിക്കുന്നുണ്ട്. അന്ന അവ്വല റജുൽ ഖദ് ഖുതിഅ ഫിൽ ഇസ്ലാം റജുലുൻ ഉതിയ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീല യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യനെ പ്രവാചകന്റെ മുമ്പിൽ ഹാജരാക്കിയവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റസൂലേ ഇദ്ദേഹം മോഷ്ടിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സമയത്തെ പ്രതികരണം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫകഅന്നമാ അസഫ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമാദൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ദുഃഖത്താൽ വെണ്ണീർ പോലെ കറുത്തിരുണ്ടു പോകുന്നത് ഞാൻ കണ്ടു. ഇതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന ആളുകൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ കഅന്നക കരിഹത ഖത്അഹു, അദ്ദേഹത്തിന്റെ കൈ മുറിക്കാൻ താങ്കൾക്ക് ആഗ്രഹമില്ലാത്തതുപോലെ, അദ്ദേഹത്തിന്റെ കൈ വെട്ടാൻ താങ്കൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ മറുപടിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കേണ്ട മറുപടി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ യംനഉനി വഅൻതും അഅ്വാനു ശൈത്താനി അലാ സാഹിബിക്കും, ഞാൻ ഇങ്ങനെ കൈമുറിക്കാതിരിക്കാനാണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ മേൽ പിശാചിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്തത്. എന്റെ അടുത്തെത്തിയാൽ, ഇങ്ങനെ ഒരു കേസ് എന്റെ അടുത്തെത്തിയാൽ കൈവെട്ടുകയല്ലാതെ എന്റെ മുമ്പിൽ നിവർത്തിയില്ലല്ലോ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനു മുമ്പ് നിങ്ങളതൊന്നും മറച്ചു വെച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ നന്നായി ജീവിച്ചേനെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. എന്നിട്ട് പ്രവാചകൻ ഒരായത്ത് പാരായണം ചെയ്തു, വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂനല്ലാഹ അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾക്കും പടച്ചവൻ പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു മഗ്ഫിറത്ത് നൽകണമെന്ന് നിങ്ങൾക്കും കൊതിയില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഞാൻ ആമുഖത്തിൽ മദ്യത്തെക്കുറിച്ച് കവിത എഴുതിയ ഒരു സഹാബിയുടെ ചരിത്രം പറഞ്ഞു. അബൂ മിഹ്ജൻ അസ്സഖഫി റളിയല്ലാഹു തആല അൻഹു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുന്തിരിവള്ളികൾക്കിടയിൽ എന്നെ മറവ് ചെയ്യണമെന്ന് പാടിയ ആ മനുഷ്യൻ, സഹാബി വര്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അതിമനോഹരമായ ഒരു ക്ലൈമാക്സ് ഉണ്ട്. മുസ്ലിമീങ്ങൾ ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആണ് ഖസ്വത്തുൽ ഖാദിസിയയുടെ അധിപൻ. അവരുടെ കൂടെ അബൂ മിഹ്ജൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അദ്ദേഹം ഭാണ്ഡങ്ങളൊക്കെ ഒരുക്കി വെച്ച കൂട്ടത്തിൽ, യുദ്ധത്തിന് വേണ്ടിയുള്ള സാമഗ്രികൾ ഒളിപ്പിച്ചു വെച്ച കൂട്ടത്തിൽ മദ്യത്തിന്റെ ഒരു കുപ്പിയും കൂടി അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ ഒളിപ്പിച്ചു വെച്ചു. സഹാബിവര്യനായ അബൂ മിഹ്ജൻ അസ്സഖഫി റളിയല്ലാഹു തആല അൻഹു ഖാദിസിയയിലെത്തി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പേർഷ്യൻ സൈന്യാധിപനായിരുന്ന റുസ്തും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അബൂ മിഹ്ജൻ അസ്സഖഫി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം യുദ്ധത്തിന്റെ ഏരിയയിൽ നിന്ന് മാറി ഒരു മൂലയിലേക്ക് പോയി അദ്ദേഹം ആരും അറിയാതെ കണ്ടുപിടിച്ചു. വിവരമറിഞ്ഞ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു കോപിഷ്ഠനായി. അദ്ദേഹത്തെ ചങ്ങല കെട്ടു. ഒരു ടെന്റിൽ അടയ്ക്കാൻ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല പറഞ്ഞു. അദ്ദേഹം ചങ്ങലയിൽ ബന്ധനസ്ഥനായി ഷഹാദത്ത് കൊതിച്ചു വന്ന ഒരു മനുഷ്യൻ, ആരുമില്ലാത്ത സമയത്ത് ദുർബലമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു പാപം ചെയ്യുകയാണ്. സഹാബിയായ മനുഷ്യൻ കുതിരക്കുളമ്പിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. യുദ്ധത്തിന്റെ ആരവം മുഴങ്ങാൻ തുടങ്ങി. ഖാദീസിയയിൽ കുതിരക്കുളമ്പിന്റെ ശബ്ദം കേട്ട മാത്രയിൽ
അബൂ മിഹ്ജൻ അസ്സഖഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചങ്ങലയിൽ ബന്ധിതനായി നിലകൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുവാൻ അംഗീകരിച്ച ആഗ്രഹത്തോടു കൂടി ഖാദിസിയിൽ വന്ന മനുഷ്യൻ ആരും അറിയാതൊന്ന് മദ്യപിച്ചു പോയതാണ്. അങ്ങനെ തന്റെ തമ്പിന്റെ അപ്പുറത്ത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തന്റെ തമ്പായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല ഇല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയാണുള്ളത്. സേനാനായകനായ സഅദ് ബിൻ അബീ വഖാസിന്റെ പത്നി. അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഖല്ലീനി ഫലില്ലാഹി അലൈ. അബൂ മിഹ്ജൻ അദ്ദേഹം ടെന്റിൽ കിടന്ന് ബന്ധിക്കപ്പെട്ട നിലയിൽ അദ്ദേഹം ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഖല്ലീനി ഫലില്ലാഹി അലൈ, എന്നെ ഇവിടെ നിന്നും നിങ്ങൾ വിട്ടേക്കുക. ഇൻ സലിംതു അൻ അജീബു ഹത്താ അളഅ റജുലി ഫിൽ ഖൈദ്. ഞാൻ യുദ്ധം കഴിഞ്ഞ് രക്ഷപ്പെട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ വീണ്ടും വന്ന് ഈ ടെന്റിൽ ഈ ചങ്ങലയിൽ ബന്ധിച്ച് ഞാൻ കിടന്നുകൊള്ളാം, എന്നെ ഒന്ന് അഴിച്ചുവിടൂ. വഇൻ ഖുതിൽതും ഇസ്തറഹ്തും മിന്നി. ഇനി ഞാൻ എങ്ങാനും മരണപ്പെട്ടു പോയാൽ, മദ്യപാനിയായ കള്ളുകുടിയനായ അബൂ മിഹ്ജൻ മരണപ്പെട്ടാൽ അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു വിഷമവും ഉണ്ടാവുകയില്ല, ഞാൻ സ്വസ്ഥനായിക്കൊള്ളാം. അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആ ചങ്ങലയിൽ വന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നുണ്ട്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ പേര് ബൽഖാ എന്നായിരുന്നു. അദ്ദേഹം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഈ മനുഷ്യന് അബൂ മിഹ്ജൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബിക്ക് ബൽഖാ എന്ന കുതിര നൽകി. അദ്ദേഹം പടച്ചട്ട ധരിച്ച് മുഖം മറച്ച് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് മുമ്പ് അദ്ദേഹത്തിന് പരിക്കേറ്റത് കാരണം അദ്ദേഹം യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്നില്ല, യുദ്ധം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴുണ്ട് ഒരു മനുഷ്യൻ വല്ലാത്ത ആക്രമണവീര്യത്തോടു കൂടി പടപൊരുതുന്നു. അത്ഭുതകരമായ രൂപത്തിൽ അദ്ദേഹം പടക്കളത്തിൽ ആക്രമണം നടത്തുന്നു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, അൽ ഖർറു ഖർറുൽ ബൽഖാ. ഈ ആക്രമണം കണ്ടിട്ട് ബൽഖാ എന്ന പേരായ എന്റെ കുതിരയുടേതാണെന്ന് തോന്നുന്നുവല്ലോ. അൽദർബു ദർബു അബീ മിഹ്ജൻ. ആ കുതിരപ്പുറത്തുള്ള പടയാളിയെ കണ്ടിട്ട് അബൂ മിഹ്ജനെ പോലെയുണ്ടല്ലോ. വ അബൂ മിഹ്ജൻ ഫിൽ ഖൈദി. അബൂ മിഹ്ജനെ നേരത്തെ ചങ്ങലയിലിട്ട് പൂട്ടിയതാണല്ലോ. വൽ ബൽഖാഉ ഫിൽ ഹബ്സി. ഞാൻ യുദ്ധക്കളത്തിൽ ഇല്ലാത്തത് കൊണ്ട് എന്റെ കുതിര അതിന്റെ കുതിരാലയത്തിലാണല്ലോ. അദ്ദേഹമാണെങ്കിൽ ചങ്ങല പിടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. യുദ്ധം കഴിഞ്ഞ് അബൂ മിഹ്ജൻ റളിയല്ലാഹു അൻഹു നേരെ തന്റെ ഖൈമയിലേക്ക്, കൂടാരത്തിലേക്ക് മടങ്ങി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോ ബൽഖാ എന്ന പേരുള്ള തന്റെ കുതിര ആകെ വിയർത്തിരിക്കുന്നു. അദ്ദേഹം ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, മാഹാദ, എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ പത്നി കാര്യങ്ങളൊക്കെയും പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ ജലത്തുക ഫിൽ ഖംറി അബദ. മദ്യത്തിന്റെ പേരിൽ ഇനി ഒരിക്കലും ഞാൻ താങ്കളെ ശിക്ഷിക്കുകയില്ല. കള്ളു കുടിച്ചു എന്നതിന്റെ പേരിൽ ഒരിക്കലും അബൂ മിഹ്ജൻ താങ്കളെ ഞാൻ ശിക്ഷിക്കില്ല. ഇത് കേട്ട് അബൂ മിഹ്ജൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഅന വല്ലാഹി ലാ ശരിത്തുൽ ഖംറ അബദ. ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ മദ്യം രുചിക്കുകയില്ല. കുറ്റവാളിയായ മനുഷ്യൻ, മദ്യപാനിയായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മുന്തിരിവള്ളികൾക്ക് കീഴിൽ മറവ് ചെയ്യണമെന്ന് പാടി നടന്നിരുന്ന മനുഷ്യൻ, മദ്യപാനത്തിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തി രക്തസാക്ഷിയാവാൻ കൊതിക്കുകയും മുസ്ലിം ഉമ്മത്തിന്റെ വിജയത്തിൽ ഖാദിസി എന്ന പ്രൗഢഗംഭീരമായ യുദ്ധത്തിൽ അതിന്റെ നിർണായകമായ വിജയത്തിന് നിർണായക പങ്കുവഹിക്കുകയും ചെയ്ത് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു എന്നതാണ് മഹാനായ ആ മനുഷ്യന്റെ ചരിത്രം. മുസ്ലിം ഉമ്മത്തിൽ ദീനുള്ള ആളുകൾ എന്നോ ദീൻ കുറഞ്ഞ ആളുകളോ എന്ന വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ സഹാബെ കിറാമുകൾക്കോ ഒരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹം പോലും കുറ്റവാളികളിൽ നിന്ന്, പാപം ചെയ്യുന്നവരിൽ നിന്ന് ഒരിക്കലും മുക്തമായിരുന്നില്ല. എല്ലാ സമൂഹങ്ങളിലും തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. എന്ന് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും പലപ്പോഴായി തെറ്റുകൾ സംഭവിക്കും. സംഭവിക്കുന്ന വീഴ്ചകളുടെ പേരിൽ പിന്നെ ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ മനുഷ്യനെ ഉൾക്കൊള്ളുവാനുള്ള മാനസിക വിശാലത എപ്പോഴാണോ മുസ്ലിം ഉമ്മത്തിന് കൈവരുന്നത്, അപ്പോഴാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ പ്രാതിനിധ്യം നിർവഹിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപികളായ നമുക്കും സാധ്യമാകൂ. ലാ തുഈനു അലൈഹി ശൈത്താൻ. ഒരു മനുഷ്യനെയും പിശാചിന്റെ പിടിയിലേക്ക് വലിച്ചെറിയുന്നതിന് ഞാൻ കാരണക്കാരനല്ല എന്ന് തീരുമാനിക്കാൻ ഓരോ വിശ്വാസിക്കും ബാധ്യതയുണ്ട്. തെറ്റുകാരനെ അല്ല നമ്മൾ വെറുക്കേണ്ടുന്നത്, തെറ്റിനെയാണ് നമ്മൾ വെറുക്കേണ്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള നല്ല ബുദ്ധിയും വിവേകവും
അല്ലാഹുതആല ഈമാനികമായ ശക്തിയും നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹുതആല